ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ലത. ഇന്നിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കുറച്ച് അഴിച്ചു പണികളാണ്. കുറേ നാൾ കടുത്ത വേനലായിരുന്നു, അത് കഴിഞ്ഞിട്ട് കടുത്ത മഴ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഇത്തിരി നല്ല അന്തരീക്ഷമാണ്. ഇപ്പം നമ്മളിത് ഈ കാണുന്ന ആ റിങ്ങിനകത്തുണ്ടല്ലോ കുറച്ച് ആമ്പൽ, കുറച്ച് മീനുകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പഴയ ടാർപോളിനൊക്കെ ഇപ്പം ദ്രവിച്ച് ആ മീനുകളൊക്കെ ആ കറുത്ത കളറിൽ കാണുന്നതിനകത്ത് നമ്മളെ ഗപ്പിക്കുട്ടികൾ കുറേ ഉണ്ട്. അവരെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ടാർപോളിനൊക്കെ ഇട്ട് അവരെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഒരു ടാർപോളിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണിയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി അടിപൊളിയാക്കണ്ടേ നമ്മുടെ ഏദൻ തോട്ടത്തിനെ. നിറയെ ഗപ്പിയുണ്ട് അതിനകത്ത്. അതെല്ലാം കോരി ഒരു ബക്കറ്റിലോട്ട് മാറ്റുന്നു. നോക്കിയപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇന്നെങ്കിലും ആ ടാർപോളൻ മാറ്റി കൊടുത്തില്ലെങ്കിൽ കഷ്ടമായി പോകുമായിരുന്നു. കാര്യം ഇതിലൊന്ന് പെട്ടെന്ന് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത വേനലും അല്ലേ, നല്ല വെയിലും ഉണ്ട്. വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ അതിനെ കോരി ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ട് പുതിയതിട്ട് കൊടുക്കാം. അതുണ്ടോ, മീനിനൊപ്പം നിറയെ വാൽമാക്രികളുണ്ട് അതിനകത്ത്. നല്ല മഴക്കാലത്ത് ഇവിടെ രാത്രിയാകുമ്പോൾ നല്ല നാദസ്വര കച്ചേരിയും ഗാനമേളയും ഒക്കെയാണ്. നമ്മുടെ കുളം റെഡിയായി കണ്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റിങ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ റിങ്ങിൽ ഇങ്ങനെ ചെയ്തു. ഇപ്പം റിങ്ങൊന്നും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഴി കുഴിച്ച് അതിനകത്ത് ഇതുപോലെ ഒരു ടാർപ്പാളം വാങ്ങിയിട്ടാലും നമുക്ക് ആമ്പലോ താമരയോ കുറച്ച് മീനോ പിന്നെ കുറച്ച് അസോളയോ അങ്ങനെയൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല ഭംഗിയല്ലേ നമ്മുടെ തോട്ടത്തിന് നടുക്ക് ഒരു ആമ്പൽക്കുളമോ അല്ലെങ്കിൽ താമരയൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മുടെ ആമ്പൽക്കുളം സെറ്റായിട്ടുണ്ട് ഏദൻ തോട്ടത്തിൽ. ഇതിനകത്തൊരു 3 ആമ്പൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ അധികം അസോള വാരി ഇതിനകത്തിട്ട് കൊടുത്ത് നമ്മുടെ ഗപ്പിക്കുട്ടികളെ ഇതിനകത്താക്കിയിട്ടുണ്ട്. അസോള ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രയോജനമെന്ന് വെച്ചാൽ അവർ ഗപ്പികൾ ഇതിനെ ഫുഡായിട്ട് എടുക്കും. പിന്നെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഈ ടാങ്ക് അങ്ങ് നിറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പൂവിനൊപ്പം ഈ അസോള നിറഞ്ഞ് കിടക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഒരു പ്രധാന ഒരു ഉപകാരമുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പൊന്മാൻ, കൊക്ക് അതുപോലെയുള്ള പക്ഷികളിൽ നിന്ന് നമ്മുടെ ഗപ്പിക്കുട്ടികളെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആമ്പൽക്കുളം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഏദൻ തോട്ടത്തിലെ അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.